ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സാമ്പാറാണ്. ഞാൻ ഓൾറെഡി ഒരു സാമ്പാർ റെസിപ്പി ഇട്ടിട്ടുണ്ട്, വറുത്തരച്ച സാമ്പാർ. ആ സാമ്പാറാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ വയ്ക്കാറ്. പക്ഷെ നാളികേരം ഇല്ലാതെ സാമ്പാർ വയ്ക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇടുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ സാമ്പാറിൻ്റെ അകത്ത് കടു വറുത്ത് ചേർക്കുന്ന സമയത്ത് കായം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ കടു വറുത്തെല്ലാം കഴിഞ്ഞിട്ട് അത് കറിയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഒരല്പം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിന്നൊരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കാം. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് വറുത്തരച്ച സാമ്പാറായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു 2 ചെറിയ വഴുതനങ്ങ, പർപ്പിൾ കളറിൽ കിട്ടുന്നില്ലേ ആ വഴുതനങ്ങ, നാടൻ വഴുതനങ്ങ അല്ല, കൂടുതൽ സാമ്പാറിൽ ഇതാണ് ഇടുക. അത് എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കാണെല്ലാം. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് തന്നെ വലിയ പച്ചമുളക്, അതുകൊണ്ട് 2 ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് കൂടെ ഇട്ട് വേവിക്കാനായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ വെച്ചിട്ടുണ്ട് ഞാൻ, കഷ്ണങ്ങൾ ഇടുന്നതിൻ്റെ കൂടെ ഇടാനായിട്ട്. അത് കൂടാതെ ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. സാധാരണ തൂരപ്പരിപ്പിലാണ് സാമ്പാർ വയ്ക്കുന്നത്, പക്ഷേ നാളികേരം ഇല്ലാത്ത സാമ്പാർ ആയതുകൊണ്ട് അതിനൊരു കൊഴുപ്പും കട്ടിയും കിട്ടാനൊക്കെ ആയിട്ടാണ് കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടി ഞാൻ കടലപ്പരിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പരിപ്പ് താല്പര്യം ഇല്ലെങ്കിൽ തൂരപ്പരിപ്പ് ഉപയോഗിക്കാം. എന്താണെങ്കിലും കഴുകിയിട്ട് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ കടലപ്പരിപ്പ്. കാരണം തൂരപ്പരിപ്പ് പോലെ എളുപ്പത്തിലാവില്ല, കടലപ്പരിപ്പ് കുറച്ചുകൂടെ തിക്കല്ലേ, അതുകൊണ്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. തൂരപ്പരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഏതാണെങ്കിലും ഞാനിവിടെ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്ത് കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ജ്യൂസ് ആവശ്യം വരും. കുറച്ച് കടുക് വറക്കാനുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. കടുക്, കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, ഒരു നുള്ള് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു നുള്ളെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ്, ഒരല്പം കായം. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്ന പൊടികളും ഉപ്പും ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഓയിൽ, പൊടികൾ, ഉപ്പൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. ഞാനിവിടെ കൂടുതൽ കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയൊരു കുക്കറാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 3/4 കപ്പ് കടലപ്പരിപ്പാണുള്ളത്. 3/4 കപ്പ് കടലപ്പരിപ്പിന് ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കഷ്ണങ്ങൾ കടിക്കാൻ ആവശ്യമുണ്ട്, കാരണം ഇത് വെന്തുടഞ്ഞു പോകും പരിപ്പിൻ്റെ കൂടെ. കഷ്ണങ്ങൾ കടിക്കണം എന്ന് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് പെറുക്കി മാറ്റി വെച്ചിട്ട് മറ്റ് കഷ്ണങ്ങൾ ചേർക്കുന്ന കൂട്ടത്തിൽ ചേർക്കുക. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ച് കൊടുക്കാം. നിങ്ങളുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വ്യത്യാസം വരും. കാരണം നാട്ടിലൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വേവാത്ത പരിപ്പായിരിക്കും കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് അത്ര അങ്ങോട്ട് വേവാത്തതല്ല, അതുകൊണ്ട് എനിക്ക് 3 വിസിൽ മതിയാവും. നിങ്ങളുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വേണം വേവിക്കാനായിട്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിലുള്ളതെല്ലാം വെന്ത് കഴിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പൊടികൾ വറുത്തെടുക്കാം. പാൻ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ റോസ്റ്റ് ചെയ്യണം.
ഞാനിവിടെ റെഗുലർ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് ഒന്നുകിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും റെഗുലർ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അല്ല വെറും റെഗുലർ മുളക് പൊടി മാത്രമാണ് കുറച്ച് എരിവ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവായിരിക്കും, അതേസമയം റെഗുലർ മുളക് പൊടിക്ക് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിലൊരു അല്പം എരിവുള്ള സാമ്പാറൊക്കെ തന്നെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ. ഫ്ലെയിം മീഡിയം ആയിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും. കാരണം നമ്മളിതിൻ്റെ അകത്ത് വേറെ നാളികേരമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ പൊടികളൊന്നും മണം വരുന്ന തരത്തിൽ വറുത്തെടുക്കുക. അത് കുറച്ചൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരല്പം കായം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കട്ടിക്കായമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വറക്കണം നിർബന്ധമില്ല. ആ കായം ഒന്നുകിൽ വറുത്ത് പൊടിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ കുക്കറിൽ ഇപ്പോൾ പരിപ്പ് വേവാനിട്ട് അതിൻ്റെ കൂട്ടത്തിലിടാം. ഞാൻ കായപ്പൊടിയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഈ ഒരു റെസിപ്പിക്കല്ല, ബാക്കി എല്ലാ റെസിപ്പിക്കും നമുക്ക് യൂസ് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നേരമൊന്നും വറക്കേണ്ട, ഒരു 2 മിനിറ്റൊക്കെ വറുത്താൽ മതിയാവും. നമുക്ക് ഒരുവിധം ഇതിൻ്റെ മണമൊക്കെ പോയി വറുത്ത മണം വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുക്കറിലെ പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കാം. ഈ തക്കാളിയും ഉള്ളിയും എല്ലാം ഇതിൻ്റെ അകത്ത് ചേർന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമ്പം ആ കറിക്ക് ഒരു കൊഴുപ്പും ടേസ്റ്റും വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് ഉടഞ്ഞ പരിപ്പാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. തൂരപ്പരിപ്പ് ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇതിൽ ചെറിയൊരു അല്പം പരിപ്പ് കിട്ടും. നമുക്കിനി കഷ്ണങ്ങളും കൂടെ ചേർത്ത് വേവിക്കുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മളിവിടെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കഷ്ണങ്ങളില്ലേ, മുരിങ്ങക്കായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, മുരിങ്ങക്കായ, കുമ്പളങ്ങ, പിന്നെ 2-3 കറിവേപ്പിൻ്റെ ഇലയും ഇത്തിരി പച്ചമുളകും. ഇതുകൂടെ ചേർത്ത ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊടിയുണ്ടല്ലോ, നിങ്ങൾക്ക് സാമ്പാർ പൊടി താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാമ്പാർ പൊടി ഇല്ലാതെയാണ് സാമ്പാർ വയ്ക്കാറ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും നാളികേരട്ട സാമ്പാർ തന്നെയാണ് ഇഷ്ടം. ഞങ്ങൾ പാലക്കാട്ടുകാരെ അധികം ഈ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം അതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കാറുമില്ല. ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് സാമ്പാർ വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ പച്ചക്കറിയുടെ അളവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് അരിച്ചതിൻ്റെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കഷ്ണങ്ങളുടെ വേവനുസരിച്ച് വേണമെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാവുന്നവരെ ഇത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി നമുക്കിത് ഒരു വിസിലാവുന്നവരെ വേവിച്ചെടുക്കാം. നമുക്കിനി സാമ്പാറിലേക്ക് ഒരല്പം കടുക് വറുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനൊരു ചെറിയ കടുക് വറുക്കുന്ന എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാൻ ഉണ്ട്, അതിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൻ യൂസ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഉലുവയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഉലുവ കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോള് ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഉലുവ യൂസ് ചെയ്യാറില്ല. ഉലുവയുടെ പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ
കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ പൊട്ടണമെന്നില്ല. അതിന് മുമ്പ് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവയും കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം, കരിഞ്ഞു പോകണ്ട, ഉടനെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സാമ്പാർ കണ്ടോ നന്നായിട്ട് വെന്തു, അതിൽ കഷ്ണങ്ങളൊക്കെ. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ച് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊരല്പം ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മുളക് പൊടിയുടെ കളർ അനുസരിച്ചിരിക്കും. കാരണം എൻ്റെ മുളക് പൊടി ഒരല്പം ഡാർക്ക് കളറായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.